അഴിമതി കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചേക്കും. വിചാരണ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുന്നതിന് സമാന്തരമായി സുപ്രീം കോടതിയെ സമീപിക്കാനാണ് നീക്കം. കെജ്രിവാളിനെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തു. കേസിലെ മറ്റു പ്രതികൾക്കൊപ്പം കെജ്രിവാളിനെ ഇന്ന് ചോദ്യം ചെയ്യും. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. എന്തായാലും ED വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിനെ. ഇനിയുള്ള നീക്കം കെജ്രിവാളിന്റെ ഒപ്പം ആം ആദ്മിയുടെ എങ്ങനെയായിരിക്കും? ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ 6 ദിവസത്തേക്കുള്ള കസ്റ്റഡിയിലാണ് ഇപ്പോൾ EDക്ക് ലഭിച്ചിരിക്കുന്നത്. ED കസ്റ്റഡിയിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായിട്ടുള്ള നടപടികളായിരിക്കും ഇന്ന് ആരംഭിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളത് ഈ വിഷയത്തിൽ കെജ്രിവാളിനെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവ് ശേഖരണമാണ്. ഇതിൽ കെജ്രിവാൾ ഈ ഗോവ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 40 കോടിയോളം രൂപ ഹവാല ഇടപാട് നേതൃത്വം നൽകി എന്നുള്ളതും ഒപ്പം ഇതിന്റെ ഇടനിലക്കാരന് അടക്കമുള്ളവരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമാണ് ഈ EDയുടെ ആക്ഷേപമായിട്ട് നിലവിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവ് ശേഖരണമായിരിക്കും നടക്കുക. ഇതിന് അരവിന്ദ് കെജ്രിവാളിനെ ഒറ്റയ്ക്ക് ചോദ്യം ചെയ്യുന്ന നടപടികൾ തുടരും. അതുകൂടാതെ കെ കവിത അടക്കമുള്ളവരുമായിട്ട് ഒപ്പമിരുത്തി ഈ കേസിലെ കൂട്ടുപ്രതികളായിട്ടുള്ള കെ കവിത അടക്കമുള്ളവരെ ഒപ്പമിരുത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലും ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇതിന് സമാന്തരമായിട്ട് നിയമ നടപടികൾ ശക്തമാക്കാൻ, രാഷ്ട്രീയമായിട്ടുള്ള പ്രചരണ പരിപാടികൾക്ക് ഒപ്പം നിയമ നടപടികൾ ശക്തമാക്കാനായിട്ടുള്ള തീരുമാനം ആം ആദ്മി പാർട്ടി കൈക്കൊണ്ടിട്ടുണ്ട്. വിചാരണ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നതിന് സമാന്തരമായിട്ട് സുപ്രീം കോടതിയെ ഈ വിഷയത്തിൽ വീണ്ടും സമീപിക്കും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിൽ ചൂണ്ടിക്കാട്ടാനായിട്ട് പോകുന്നത് മനീഷ് സിസോദിയ കേസിൽ PMLA ആക്ടുമായി ബന്ധപ്പെട്ടിട്ട് അറസ്റ്റ് ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങൾ പൂർത്തിയാക്കരുത് എന്ന നിർദ്ദേശം സുപ്രീം കോടതി നൽകിയിട്ടുള്ളതാണ്. ഇത് ലംഘിച്ചുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ പോലെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തത് എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കാനാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാക്കളും അഭിഷേക് സിംഗ്വിയുമായിട്ട് ഇന്നലെ നടത്തിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലമാണ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഇന്ന് അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് അറിയുന്നു. എന്തായാലും അരവിന്ദ് കെജ്രിവാളിനെ വിശദമായി ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് ED. മറ്റു പ്രതികൾക്കൊപ്പം കെജ്രിവാളിനെ ഇന്ന് ചോദ്യം ചെയ്യും. അതേസമയം സുപ്രീം കോടതിയെ സമീപിക്കാനാണ് അരവിന്ദ് കെജ്രിവാളിന്റെ നീക്കം. രാധാകൃഷ്ണനാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.